എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അതെ രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ്, നല്ല മഴയാണ്. ഇപ്പോൾ സമയം ഉച്ചയാകാറായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഏറ്റവും വലിയ ഫാമിലി ട്രിപ്പായ ലഡാക്ക് യാത്രയിലെ ചിലവിനെക്കുറിച്ചും പിന്നെ നമ്മൾ ലഡാക്കിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. പിന്നെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ വന്ന കുറച്ച് കാര്യങ്ങളും. പിന്നെ നമ്മുടെ ഈ ലഡാക്ക് യാത്ര തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, പോയിട്ട് വരുമ്പോൾ ഇതിൻ്റെ ചിലവൊക്കെ എത്രയായെന്ന് പറയണമെന്ന്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ശേഷമായിരുന്നു നമ്മുടെ യാത്ര തുടങ്ങിയത്. അപ്പോൾ മെയ് 4-ാം തീയതി വൈകുന്നേരമാണ് നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ലഡാക്കിലേക്ക് യാത്ര തുടങ്ങുന്നത്. നമ്മളിവിടുന്ന് യാത്ര തുടങ്ങി കർണാടകയിൽ എത്തിയപ്പോഴേക്കാണ് യുദ്ധം തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം നമ്മളോട് പറഞ്ഞു പോകരുതെന്ന്. അപ്പം നമ്മൾ പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ അങ്ങോട്ട് ചെല്ലണ കുറേ ദിവസങ്ങൾ എടുക്കുമല്ലോ. അപ്പം അന്നേരത്തേക്കും എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ മുന്നോട്ട് തന്നെ യാത്ര തുടർന്നു. രണ്ടും കൽപ്പിച്ചങ്ങ് പോയി. അതെ. അപ്പോൾ അങ്ങനെ ചെന്നപ്പോഴത്തേക്കും ഏകദേശം യുദ്ധത്തിൻ്റെ പ്രശ്നമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എല്ലായിടത്തും പോകാൻ പറ്റി. അതിൽ തിരക്കൊന്നും ഇല്ലായിരുന്നു, ആരും ഇല്ലായിരുന്നു, നമ്മൾ മാത്രം ഉണ്ടായിരുന്നു. ടൂറിസ്റ്റ് പ്ലേസിൽ ആരും ഇല്ലായിരുന്നു. പിന്നെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസൊന്നും പോകാനും പറ്റിയില്ല, ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ മൊത്തം 10 പേരാണുള്ളത്. പക്ഷേ നമ്മളിവിടുന്ന് യാത്ര തുടങ്ങുമ്പോൾ 7 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ യാത്ര തുടങ്ങി ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും മുത്ത് നമ്മുടെ കൂടെ കൂടി. മുത്ത് അഹമ്മദാബാദിൽ വന്നു. പിന്നെ ചായ് വന്നു. അതും കഴിഞ്ഞിട്ട് ചണ്ഡീഗഡ് വെച്ചാണ് പൊന്നുകുട്ടി വന്നിരുന്നത്. പിന്നെ നമ്മുടെ ഈ യാത്രയിൽ ഇല്ലാതിരുന്നത് നമ്മുടെ അച്ഛമ്മ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഈ ലഡാക്ക് യാത്ര 51 ദിവസവും 11,041 കിലോമീറ്ററും 16 സ്റ്റേറ്റും 4 യൂണിയൻ ടെറിട്ടറിയിലൂടെയും യാത്ര ചെയ്താണ് പൂർത്തിയാക്കിയത്. പിന്നെ നമ്മുടെ ഈ 51 ദിവസത്തെ യാത്രയിൽ നമ്മൾ 2 ദിവസം ജമ്മുവിൽ സ്റ്റേ ചെയ്തു. പിന്നെ 2 ദിവസം നമ്മൾ ലേയിലും സ്റ്റേ ചെയ്തു. നമ്മുടെ ഡ്രസ്സൊക്കെ കഴുകി ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജമ്മുവിൽ 2 ദിവസം സ്റ്റേ ചെയ്തത്. പിന്നെ ലേയിൽ ചെന്നിട്ട് പിന്നെ നമ്മൾ പോകുന്നതെല്ലാം ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്കാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തിന് നല്ലത് നമ്മളവിടെ 2 ദിവസം സ്റ്റേ ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഇവിടെ ദാമക്കുട്ടിയും കുഞ്ഞിക്കിളിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ കുട്ടികളോട് ഉണ്ടായിരുന്നതുകൊണ്ടാണ് നമ്മളവിടെ 2 ദിവസം സ്റ്റേ ചെയ്തത്. പിന്നെ നമ്മൾ ഒരിടത്തും റൂമൊന്നും എടുത്തിട്ടില്ല, നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് ബാക്കി എല്ലാ ദിവസവും സ്റ്റേ ചെയ്തതും ഫുഡുണ്ടാക്കി കഴിച്ചതും കിടന്നുറങ്ങിയതും വാഷ്റൂമിൽ പോയതും എല്ലാം നമ്മുടെ വണ്ടിയിൽ തന്നെയാണ്. പുത്തേ ട്രാവലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിലവൊക്കെ എത്രയായെന്ന് അറിയാനായിട്ട് ഒരാളും കൂടെ എത്തിയിട്ടുണ്ട്. മിച്ചമൊന്നും ഇല്ലല്ലോ. മിച്ചം എങ്ങനാ? എന്തായാലും മിച്ചം കാണുമോ? അതെങ്ങനാ മിച്ചം? ഒരിക്കലും കാണില്ല. പിന്നെ മിച്ചം ഉണ്ടെന്ന് വെക്കാം, ഇതേ പോയ മിച്ചം ഇല്ല. ചില മിച്ചമുള്ള കുറച്ച് പാത്രങ്ങളും പഴകിയ മറ്റേ പലചരക്ക് സാധനം ഉണ്ടായിരുന്നു സാറ്. കുറെ തുണിയും കാണും. ശരിക്കും ഉണ്ടല്ലോ, നിങ്ങളുടെ പോക്കിന് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു തയ്യാറെടുപ്പ് എടുക്കേണ്ടി വന്നില്ലേ? പിന്നെ കാരണം നിങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചു വന്നിട്ട് അധികം ദിവസവും ഇല്ലായിരുന്നല്ലോ ഇത് തമ്മി. ശരിക്കും എന്നൊക്കെ ഇതിവിടുന്ന് തയ്യാറായി, കാരണം ഒത്തിരി പേര് കാണുന്നവർക്കും പോകുന്നവർക്കൊക്കെ അത് പ്രയോജനപ്പെടും. ഒരാഴ്ചയായിരുന്നു ഇതിന്റെ തയ്യാറെടുപ്പ്. സാധനങ്ങൾ മേടിക്കുക, ഓരോന്നോരോന്ന് മേടിച്ചോണ്ടിരിക്കുക. അല്ല, ഞാൻ പിന്നെ നേരത്തെ സൂര്യയോട് വിളിച്ചു പറഞ്ഞു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കണമെന്ന് നേരത്തെ തന്നെ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് സൂര്യ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചായിരുന്നു. പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട മെഡിസിൻ കൊണ്ടുപോയി. മെഡിസിൻ വേണം. പിന്നെ ഇത്രയും ദൂരത്തേക്ക് പോകുന്ന കൊച്ചു പിള്ളേരെയും കൊണ്ട് പോകുന്നതാണ്. അതുകൊണ്ട് മെഡിസിൻ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, പനി, ജലദോഷം, ചുമ, വയറുവേദന, തന്നെ എത്ര കാലാവസ്ഥയെ കൂടെ പോകുന്നത്. അതെ. അതെ. അപ്പോൾ അതിനുള്ള മരുന്നുകളൊക്കെ മേടിച്ചു. പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ്, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കൊണ്ടുപോയി. അതെ. പിന്നെ അതിന് എന്തൊരു ഗുളികയില്ലേ? ഒരു ഗുളികയാണ് കഴിക്കാനുള്ള, ഡയമോക്സ് എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്. ഞാൻ ഈ പ്രാവശ്യം പോയിട്ട് കഴിച്ചില്ല. ഞങ്ങളാരും കഴിച്ചില്ല. ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലർക്ക് ലൂസ് മോഷൻ ഒക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് നമ്മളിപ്പം ലൈവ് പോയി 2 ദിവസം നിന്നിട്ട് പോയോണ്ടാണ്. ഞാൻ കഴിച്ചില്ല. അത് ആദ്യം ഞങ്ങൾ പോയപ്പോൾ കഴിച്ചപ്പം ഈ മുത്തിനും പൊന്നിനും ഒക്കെ പ്രശ്നമുണ്ടായി, വയറ്റിലൊക്കെ സുഖമില്ലായിരുന്നു. പക്ഷെ ഇത് കഴിക്കാൻ പോയിട്ട് എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. കഴിക്കുന്നുണ്ട്, അതൊക്കെ നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ട് കഴിച്ചാൽ മതി. പക്ഷെ അതത്ര കഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഓരോരുത്തരെയും ആരോഗ്യസ്ഥിതിയും ഇതൊക്കെ വ്യത്യാസമാണല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു പേടി തോന്നും, ഇത് കഴിച്ചല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ പിന്നെ മുമ്പോട്ട് പോകും. അത് ശരിയാ. പിന്നെ ഞങ്ങൾക്ക് ശ്വാസം മുട്ടലൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ഇൻഹീലറൊക്കെ മേടിച്ചോണ്ട് കുറച്ച് 2 എണ്ണം കൂടുതൽ മേടിച്ചോണ്ട് പോയി. അതിനകത്ത് പോകുന്ന ഹൈവേയിൽ നിന്നൊക്കെ മെഡിക്കൽ സ്റ്റോറുകളൊക്കെ ഉള്ളിലേക്കേ ഉള്ളൂ. അതും ഇപ്പൊ നല്ല എല്ലാം കിട്ടുന്ന മെഡിക്കൽ സ്റ്റോറുകളൊന്നും കാണത്തില്ല. അതുകൊണ്ടൊക്കെ നമ്മൾ ഇവിടുന്ന് കരുതി പോകുന്നതാണ് നല്ലത്. ഡ്രസ്സ് വേറെ മേടിക്കേണ്ടി വരുമല്ലേ? തണുപ്പത്തിടാനുള്ള ഡ്രസ്സ് ഞങ്ങൾ ഇവിടുന്ന് കുറെ ഞങ്ങളുടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കുറച്ചുകൂടെ മേടിച്ചോണ്ട് പോയി. പിള്ളേർക്കുള്ളതും നേരത്തെ പോയിട്ടുള്ളതും. കുഞ്ഞു താമിക്കുട്ടിക്ക് എങ്ങനെയാ മേടിച്ചത്? താമിക്കുട്ടി ഞങ്ങൾ ഇവിടുന്ന് മേടിച്ചായിരുന്നു. എന്നാലും അവിടെ ചെന്നപ്പം 2 ജോഡിയും കൂടെ മേടിച്ചു. പിന്നെ കുറെ അല്ലാത്ത ഡ്രസ്സും ഞങ്ങൾക്ക് കൂടുതൽ ഇച്ചിരി മേടിച്ചു ഇവിടുന്ന്. നേരത്തെ കുറെ ഉണ്ടെങ്കിലും ഏറ്റവും തണുപ്പ് കുറവുണ്ടായിരുന്നു അവക്കായിരുന്നു. അത് സത്യമാണ്. താമിക്കുട്ടിക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. പിന്നെ അത് തന്നെ ഒരു ലോഡ് സാധനം ഉണ്ടായിരുന്നു. ഇത്രയും പേർക്കുള്ള തണുപ്പിനിടാനുള്ള ഡ്രസ്സ്, കോട്ട്, ഷൂ, ഇങ്ങനെയുള്ള എല്ലാ സാധനവും, പുതപ്പ്
സോക്സും എല്ലാം വേണ്ടായിരുന്നു. അതെ 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 അതെ. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ഇവര് എല്ലാ സാധനങ്ങളും അടുപ്പിച്ച പോലെ തന്നെ രതീഷ് അടുപ്പിക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. വണ്ടിയുടെ ഇവിടുന്ന് പോയപ്പോൾ നമ്മൾ മെയിനായിട്ടും വണ്ടിയെല്ലാം ഒന്ന് ചെക്കപ്പ് ഒക്കെ ചെയ്തു. പിന്നെ പുതിയ വണ്ടിയല്ലേ, അത്യാവശ്യം നോക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് സ്പെയറുകൾ, അതായത് AC ബെൽറ്റ്, പിന്നെ മറ്റേ ഫാൻ ബെൽറ്റ്, പിന്നെ കുറച്ച് ഫ്യൂസുകൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് മേടിച്ച് അത് വണ്ടിയെ വെച്ചു. എന്നാ വെച്ചാൽ ചെല്ലുന്ന സ്ഥലത്ത് ഇതൊന്നും കിട്ടിയില്ലെങ്കിലേ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട് അങ്ങനെ വരത്തില്ല. എന്നാ വെച്ചാൽ പുതിയ വണ്ടി ആയതുകൊണ്ട് അങ്ങനെ ബെൽറ്റൊന്നും കംപ്ലൈൻറ്റ് വരത്തില്ല. പക്ഷേ എന്നാലും നമ്മൾ അത് കരുതിയായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചു. പിന്നെ മെയിനായിട്ട് ചെയിൻ, മഞ്ഞുണ്ടെങ്കിൽ അവിടെ സ്നോ ഉണ്ടെങ്കിൽ അതിൽ ടയറിൽ ഇടാൻ വേണ്ടി ചെയിന്. കാരണം അത് ആദ്യം കരുതാൻ കാരണം എന്നാന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അന്ന് പോയപ്പോൾ ചെയിൻ ഇല്ലാതെ പോയിട്ട് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മേടിച്ച് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് അത് ചെയിനെല്ലാം മേടിച്ച് അത് തയ്യാറാക്കി വെച്ചു. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അത്ര സാധനം കരുതിയാ പോയത്. അതന്നെയല്ല, ആ ലഡാക്കിൽ ആ സ്ഥലത്തൂടെ ഒക്കെ പോകുമ്പോഴേ ഒരു സാധനം ഒരു ലോറിക്കാരനിടയ്ക്ക് എന്തോ ഇതായിട്ട് കിടക്കുന്ന കണ്ടില്ലേ, ബാറ്ററി എന്ത് സംഭവിച്ചാലും ഉടനെ കിട്ടത്തില്ല, ദിവസങ്ങൾ അവിടെ കിടക്കേണ്ടി വരും. അങ്ങനെ പിന്നെ അത് തന്നെയല്ല, ഒരു ബെൽറ്റ് വണ്ടി ഒന്ന് കെട്ടി വലിക്കേണ്ടി വന്നാൽ വലിക്കാൻ വേണ്ടിയിട്ടൊരു ബെൽറ്റ്, അതെന്ന് വെച്ചാൽ എവിടെയെങ്കിലും താഴ്ന്നു പോകുക അതൊന്നും അവിടെ കിട്ടത്തില്ലല്ലോ, അതൊക്കെ മേടിച്ച് വെച്ചു. പിന്നെ അതിനിടാനുള്ള ഡീസർക്കിൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കരുതിയായിരുന്നു. അതുകൊണ്ട് പിന്നെ ടയറെല്ലാം ചെക്ക് ചെയ്ത്, ടയറെല്ലാം പിന്നെ പുതിയ ടയറാ. സ്റ്റെപ്പിനെ ആദ്യം നോക്കണം, എന്ന് വെച്ചാൽ ചിലപ്പം സ്റ്റെപ്പിനെ അങ്ങനെ ഇരുന്ന് ചിലപ്പോൾ എയറില്ലാതൊക്കെ ഇരിക്കും. അങ്ങനെ എല്ലാം ഒന്ന് നമ്മൾ ചെക്കപ്പ് ചെയ്ത് പിന്നെ ഇവിടുന്ന് ആഡ് എല്ലാം ഫുൾ ചെയ്ത് എല്ലാം വണ്ടിയുടെ കാര്യങ്ങളെല്ലാം അങ്ങനെ ക്ലിയർ ആക്കിയാണ് പിന്നെ പോകുന്നത്. അവിടുത്തെ വണ്ടിക്ക് വലിയ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആഡ് എക്സ്ട്രാ ഒഴിക്കേണ്ടി വന്നു ഇടയ്ക്ക്. ആഡ് ഒരു കുറച്ച് ലിറ്റർ എത്ര കണക്കിലുണ്ട് അത് നമ്മുടെ ആഡ് പിന്നെ ഒഴിക്കേണ്ടി വന്നു. ഇതിനകത്ത് ഇപ്പം തന്നെ കുറച്ചല്ലേ ഉള്ളൂ, ഇത്രയും കിലോമീറ്റർ ഓടുമ്പം. അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആഡ് കഴിക്കുന്നത് മേടിച്ചു. അത് പമ്പി കിട്ടും. പക്ഷേ ലഡാക്കിലേക്ക് പോയാൽ കിട്ടില്ല. അത് അങ്ങോട്ടൊന്നും ഇല്ല. അത് പിന്നെ ഞങ്ങൾ ഹിമാചലിൽ വന്നാ പിന്നെ തിരിച്ചു വന്നപ്പം കിട്ടിയത്. അത് അന്നേരം തീരാറായിരുന്നു. പിന്നെ ഡീസൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ എവിടുന്ന് ഫുൾ ചെയ്തെന്ന് പറഞ്ഞാലും കുറച്ച് ബ്ലാക്ക് മേടിക്കേണ്ടി വരും. കിട്ടുകയില്ല, പക്ഷേ എല്ലായിടത്തും ഉണ്ട്, ബ്ലാക്കിൽ ഒക്കെ കിട്ടും, അല്ലാതെ പമ്പുകൾ കുറവാണ്. പക്ഷേ ഒരു കാര്യത്തിൽ ദൈവാനുഗ്രഹം ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എന്നാണെന്നറിയോ, ഞാൻ ശരിക്കും രാജേഷ് വിളിച്ച് പറഞ്ഞ ഒരു സംഭവമാണ്. വീഡിയോ വന്നപ്പോൾ അതിൻ്റെ രൂക്ഷത എന്നാന്ന് മനസ്സിലായത്. നിങ്ങൾ ആ രാത്രി ഓടിച്ച് ഒരു സ്ഥലത്ത് ചെന്നിട്ട് തിരിച്ചെടുക്കുന്നതൊക്കെ വഴി തീർന്നു പോയ വഴി നിറച്ച് കല്ല്. പക്ഷെ വണ്ടി ഇത്രയും ദൂരം പോയിട്ട് ഒരു ശല്യവും ഒരു കുഴപ്പമില്ല ചെയ്തില്ല, നിങ്ങൾ സുരക്ഷിതമായിട്ട് ഇവിടെ എത്തിച്ചു. അതല്ല, വഴി ഇങ്ങനെ അങ്ങ് രാത്രി ചെല്ലുമ്പോഴത്തേനും വഴിയുടെ നടുക്ക് മൊത്തം ഇങ്ങനെ കല്ല് ഉരുണ്ട് വീണ പോലെ കിടക്കുക. കുഞ്ഞിക്കണ്ണ് ഇങ്ങനെ വന്നു ചോദിച്ചു, അയ്യോ ഇതിപ്പോൾ ഇടിഞ്ഞു വീണാണോ, മലയാണ് ഇങ്ങനെ. അപ്പം അതുപോലെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നും. പക്ഷെ അത് കല്ല് പൊട്ടിച്ചിട്ടിരുന്നാന്ന് തോന്നുന്നു. ആ വഴി ബ്ലോക്ക് ചെയ്ത് അപ്പുറത്തോട്ട് പണി നടക്കുക. അത് പിന്നെ നദിയിൽ കൂടെ ഒക്കെ ഇറങ്ങിയാൽ പോയത്. അതായിരുന്നു ഏറ്റവും ഒരു പെട്ടെന്ന് നമുക്കൊരു രാത്രി അങ്ങനത്തെ സമയം, അവിടെ എങ്ങും ഒരാളും ഒന്നുമില്ല. അതാ ഏറ്റവും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. കാര്യം ഈ വണ്ടി ആയതുകൊണ്ട് ഈ മോശം വഴിക്ക് വല്ല ഇറങ്ങിപ്പോണെങ്കിലേ പോവുകയല്ലെങ്കിലേ ഇറക്കിയാലും അന്നേരം തന്നെ ഞാൻ റിവേഴ്സ് എടുത്തോളാൻ പറഞ്ഞു. ഇപ്പോൾ ഈ മലയായതുകൊണ്ട് വല്ല ഇടിഞ്ഞു വല്ല കല്ലും വരുമെന്നും പറയാൻ പറ്റില്ല. റിവേഴ്സ് എടുത്താൽ പിന്നെ അവിടെ നിന്ന് റിവേഴ്സ് എടുത്തേക്ക് പോകുന്നു. പിന്നെ വേറെ കുഴപ്പമൊന്നും വന്നില്ല. പിന്നെ വണ്ടിക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ ശരിക്കും തണുപ്പുള്ള സമയത്ത് സ്റ്റാർട്ടാവാതെ വന്നു. അതുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കാരണം അന്നേരം നമ്മൾ ശ്രദ്ധിച്ചു, നമ്മുടെ ഒരു ബാറ്ററി ചെറിയ വീക്കായിരുന്നു. എന്നാ വെച്ചാൽ വണ്ടിയെ വന്ന ബാറ്ററി 2 വർഷം ഓടിയാൻ കിടന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ബാറ്ററിക്ക് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ടായി രാവിലെ സ്റ്റാർട്ടാകാൻ താമസം വന്നത്. പക്ഷെ അങ്ങനെ വന്നാലും ജനറേറ്റർ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ വണ്ടിക്ക് വന്നൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അങ്ങോട്ട് പോയ വഴിക്ക് ആ ഡോറിന് പവർ വിൻഡോയ്ക്ക് ചെറിയ വിഷയം വന്നായിരുന്നു. അതൊന്നും വലിയൊരു കാര്യമല്ല. എന്നാൽ അതിനൊരു വിഷയം എന്ന് വെച്ചാൽ ശരിയാക്കിയോണ്ട് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അത് താന്നിരുന്നാൽ അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തു. പിന്നെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ലോക്ക് തിരിച്ചു വന്ന് ലോക്കായിപ്പോയി. സെൻട്രൽ ലോക്ക് കംപ്ലൈൻറ്റ് വന്നു. അത് വേറൊരാളെ കൊണ്ട് ഞാൻ തന്നെ ഇവിടെ പഠിപ്പിച്ചായിരുന്നു. അത് പുള്ളി ചെയ്തതിൻ്റെ ആ ലോക്കിന് പ്രശ്നം വരാൻ കാര്യം എന്നാണെന്നറിയോ, അത് വെച്ച് മുറുക്കിയിരുന്ന ഒരു സ്ക്രൂ ലൂസായി പോയതാണ്. എന്നിട്ട് അത് വന്നേച്ച് ഇതിനിടയിലേക്ക് വന്നിട്ട് ഇത് വർക്കാകാതെ വന്നാൽ ശരിക്കും അത് പിടിപ്പിച്ച ആളുടെ പ്രശ്നമാണ്. അത് ശ്രദ്ധിച്ച് നോക്കി ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു വിഷയമാണ്. പക്ഷെ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അതൊരു 3-4 മണിക്കൂർ അവിടെ പോയി. പക്ഷെ അതിനകത്ത് നിങ്ങൾ എങ്ങനെ കയറിയെന്ന് ആ വീഡിയോയ്ക്കകത്ത് ഉണ്ടായിരുന്നോ? അത് ഞങ്ങൾ പറയുകയല്ല, അത് പറയത്തില്ല എങ്ങനെ കയറിയെന്ന്. പറയണ്ട, എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ വന്ന് ടയർ പഞ്ചർ. ഞാനത് ചോദിക്കാൻ കാരണം എന്താ അറിയോ, ആ 4 മണിക്കൂർ ആ ബുദ്ധി വരാനായിട്ടേ ലേറ്റ് ആയല്ലോ. അതെ അത് ബുദ്ധി ആദ്യം
അത് കണ്ടുപിടിക്കാൻ ഇച്ചിരി സമയം ഇവരാ മരച്ചോട്ടിലെങ്ങാണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോയും കൂടെ. അത് ഞാൻ അന്നേരം ഓർത്ത ഇത് ഇച്ചിരി കഴിയുമ്പോൾ ഇത് ചിലപ്പം വല്ല ലോസ് കോണ്ടാക്ട് ആണെങ്കിൽ ഇതാവും. അപ്പം അങ്ങനെ ഒരു ആത്മവിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷെ കുറെ നേരം നോക്കിയിട്ടും രക്ഷയില്ല. മെക്കാനിക്ക് പോയിട്ട് വരാനായിട്ട് ഇവര് കുറെ നേരം കാത്തിരുന്നില്ലേ? കാത്തിരുന്നു. അതെ അതെ അതെ. എന്നിട്ട് ആ ബുദ്ധി പറയത്തുമില്ല. കുഴപ്പമില്ല, പറയണ്ട, നീ മനസ്സിലായി. അത് പിന്നെ ലാസ്റ്റ് വർഷോപ്പുകാരൻ വന്നു വെച്ചാൽ ഈ ഇതിന്റെ ഗ്ലാസ് പൊട്ടിക്കാന്ന് ഓർത്ത്, വലിയ ഗ്ലാസ് പൊട്ടിക്കണ്ട, ഇത് പൊട്ടിക്കാന്ന് ഓർത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ പിന്നെ അവർ പറഞ്ഞത് അയച്ചെടുക്കാന്ന് പറഞ്ഞു. അതിങ്ങനെ അതിനുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കുമാണ് ഇവർ പോയിട്ട് താമസിച്ചു വരാൻ. അന്നേരമാണ് മറ്റേ ഇത് ന്യൂട്ടന്റെ തലയിൽ മറ്റേ ആപ്പിൾ വീണ പോലെ. ന്യൂട്ടന്റെ തലയിലാണോ ആകാശിന്റെ തലയിലാണോ? അതിനൊരു കാര്യമുണ്ട്. ആ ഐഡിയ കിട്ടിയ എന്നാന്ന് വെച്ചാൽ ഇവനാണ് ഞാൻ പറഞ്ഞിട്ടാ, നീ അവരെ വിളിച്ചിരുന്നു, അവർ വരുന്നില്ല, നീ അങ്ങോട്ട് പോയി അവരെ വിളിച്ചോണ്ടിരാൻ പറഞ്ഞ് ഇവനങ്ങ് പോയപ്പോൾ ഇതിന്റെ താക്കോലും കൊണ്ട് ഇവൻ പോയി. അവനെ ഇങ്ങോട്ട് ഞാൻ താക്കോലിന് തിരിച്ചു വിളിച്ചതാ. അന്നേരമാണ് ഈ സംഭവം കിട്ടുന്നത്. അപ്പം പിന്നെ അങ്ങോട്ട് പിന്നെ പോകേണ്ടി വന്നില്ല. അതെല്ലാം സംഭവം സെറ്റായി. അവിടെ മതിയല്ലോ, മനസ്സിലായി. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഓടി ഒരിടത്ത് കൊണ്ട് വണ്ടി രാവിലെ നിർത്തി കിടന്നുറങ്ങി. ഞങ്ങൾ ആന്ധ്രയിൽ വന്നിട്ട് തെലങ്കാനയിലാണ്. അപ്പോൾ അവിടെ കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ നോക്കുമ്പോൾ ടയറിന് കുറച്ച് കാറ്റ് കുറവ്. പക്ഷേ ആദ്യം തൊട്ട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ടയറിന് കാറ്റ് കുറവാന്ന്. പക്ഷെ അത് അങ്ങനെ ടയറിന് എയർ കുറവില്ല. എന്ന് വെച്ചാൽ അത് കുറച്ചടിച്ചേക്കുന്നത് റേഡിയൽ ടയറല്ലേ. റേഡിയൽ ടയർ എപ്പോഴും ശകലം ചളങ്ങിയേ നിൽക്കുകയുള്ളൂ. അത് നേരം കാറ്റ് കുറവൊന്നുമില്ല. ഇത് അവിടെ കൊണ്ട് നിർത്തിയിട്ട് എയർ കുറഞ്ഞു. അപ്പോൾ അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുനാൽ ലഡാക്കിൽ ആ കല്ലിനകത്തൂടെ എങ്ങാണ്ട് ഓടിയപ്പോഴെപ്പോഴോ ടയർ കല്ലടിച്ചിട്ടുണ്ടായിരുന്നു. ആ പാട് ഞങ്ങൾ കണ്ടു, ഇങ്ങനൊരു ചെറിയൊരു സ്ക്രാച്ച്. പക്ഷേ അത് ഉള്ളിലേക്കില്ലായിരുന്നു. ഫ്രണ്ടിൽ കിടന്ന ടയർ ആയതുകൊണ്ട് അത് അങ്ങനെ കിടന്ന് ഇത്രയും കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ആ സ്ക്രാച്ച് ശൈലിച്ച് അങ്ങ് പൊട്ടി അകത്തോട്ട് കയറി ചെറിയതായിട്ട് അതിലെ എയർ ലീക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ടയർ പഞ്ചർ. അത് കറക്റ്റ് ഒരു ടയറുകളുടെ മുന്നിൽ. അതാണ് ദൈവാധീനം. അതെ. എന്നിട്ട് പിന്നെ സ്റ്റെപ്പിനെ എടുത്തിട്ട് അത് അയച്ച് പാച്ച് ചെയ്ത് ഇപ്പം സ്റ്റെപ്പിനായിട്ട് വെച്ചേക്കാം വണ്ടിയിൽ. അതേ വണ്ടിക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറയാനുള്ളൂ. ഈ 51 ദിവസവും 11,000 കിലോമീറ്റർ ഓടിയപ്പോൾ അത് പിന്നെ നമുക്കെന്നാച്ച് ഈ ഇങ്ങനെ പോകുന്നവർക്കെല്ലാം വണ്ടി അങ്ങനെ പഠി. ഇപ്പോൾ പുതിയ വണ്ടിയായിട്ടാണെന്ന് പറയും, അങ്ങനൊന്നുമില്ല. പഴയ വണ്ടിയാണല്ലോ, എത്ര പഴക്കമുള്ള വണ്ടിയാണെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. വണ്ടിയുടെ കണ്ടീഷൻ, നമ്മൾ കൊണ്ടു നടക്കുന്ന വണ്ടിയുടെ കണ്ടീഷൻ നമുക്ക് അറിയാൻ പറ്റും, അറിയാമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഏത് പഴയ വണ്ടിയും കൊണ്ട് പോയാലും നമുക്ക് വണ്ടിയെക്കുറിച്ച് ഒരു ചെറിയൊരു ഗ്രാഹ്യവും അത്യാവശ്യ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല, ശരിക്കേ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ളതുകൊണ്ട് ഈ ലഡാക്ക് പോകുമ്പോഴത്തേന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ? ഇതിന് താരതമ്യേന കുറവല്ലേ ഗ്രൗണ്ട് ക്ലിയറൻസ്? ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടി ഇപ്പം ഏത് വണ്ടിയും കൊണ്ട് വേണമെങ്കിലും പോകാവുന്ന വഴികളാണ്. പിന്നെ ഈ കുഴിയിലൊക്കെ ഇറക്കുമ്പം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടിയാണെങ്കിലും ഇച്ചിരി വെട്ടിച്ച് തിരിച്ചൊക്കെ ഇറക്കാൻ അത് ഡ്രൈവറുടെ കഴിവാണ്. അടി തട്ടാതെ കൊണ്ടുപോകാന്നുള്ളത്, തട്ടാതെ പോവാം. അതിൽ കൂടുതൽ അത്ര മോശമൊന്നുമില്ല. വഴി മോശമുണ്ട്, പക്ഷേ ഏത് വണ്ടിയും കൊണ്ടും പോകാം എൻ്റെ അഭിപ്രായത്തിൽ. ഇപ്പം അല്ല, ഓട്ടോറിക്ഷയ്ക്കൊക്കെ പോയിട്ടുള്ളത്. അതെ, അതുമല്ല ആൾട്ടോയോ അങ്ങനെയുള്ള വണ്ടിക്കൊക്കെ പോകാം. എന്ന് വെച്ചാൽ അത് ഓടിക്കുന്ന ആൾ ശ്രദ്ധിച്ച് ഓടിക്കണമെന്നുള്ള തട്ടത്തൊന്നുമില്ല. ഇപ്പോൾ ഈ വണ്ടിയെ സംബന്ധിച്ച് ഇത്രയും നീളം വീൽ ബേസ് ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്കുണ്ടായ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ചെറിയ വഴിക്കൊക്കെ പോകുമ്പം തിരിഞ്ഞു വരാനൊക്കെ പാടാം. അത് നമ്മൾ മാഗം വഴി പോയപ്പം, മോശം വഴിക്ക് പോയപ്പം ഫ്രണ്ട് ഇങ്ങനെ വന്നിട്ട് ബാഗ് ശരിക്കും റോഡിന് വെളിയിൽ കൂടെ എന്ന് പറഞ്ഞാൽ കല്ലിങ്ങനെ ഇളകി കിടക്കുന്ന കുഴി കൂടെ ബാഗ് ടയർ വന്നത്. അതിനെന്നുവെച്ചാൽ ഇത്രയും വീൽ ബേസ് കൂടുതലായതുകൊണ്ടാണ്. അത് മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നുള്ളൂ. പിന്നെ തടിയൊന്നും ഒരിടത്തും തട്ടില്ല. പിന്നെ അവരുടെ ആ ഈ സൈഡിൽ ആദ്യം തട്ടി എന്നാന്ന് വെച്ചാൽ അവിടെ വീതി കുറയാണ്ട് ഇങ്ങനെ എടുത്തപ്പോൾ കല്ലെ തട്ടി. പിന്നെ ഒരിടത്ത് ആ ചായ കുടിച്ചിരുന്നപ്പോഴത്തേനും അതവർഷെ തട്ടാതെ വന്നേനെ. ഇവൻ അത്ര തട്ടുമെന്ന് ഓർത്തില്ല. ഇച്ചിരൂടെ ഇങ്ങനെ കയറ്റി എടുത്തിരുന്നെങ്കിൽ തട്ടാതെ പോകായിരുന്നു. അവിടെയും അടി ബമ്പറും തട്ടി, അത്രേ ഉള്ളൂ. അല്ല വേറെ ഒരു പ്രശ്നം ഉണ്ടായില്ല. അത് നമ്മൾ ശ്രദ്ധിച്ച് ഓടിച്ചാൽ പ്രശ്നമില്ല. അതിനുള്ള വഴികളേ ഉള്ളൂ. ഈ വണ്ടിയെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, നമ്മൾ വണ്ടി പ്രതികരിക്കുന്നതും നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട്. അല്ലാതെ ചുമ്മാ ചാടി മറിഞ്ഞൊന്നും ഉമ്മ ഓടിച്ചോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പണി തരും. വണ്ടിയെ നമ്മൾ നമ്മുടെ പിള്ളേരെ പോലെ അതുപോലെ സ്നേഹിച്ചു കൊണ്ടാണ്, കൈക്കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത്. അതാണ് ഏത് വണ്ടിയാണെങ്കിലും. അത് വണ്ടിയെ സ്നേഹിക്കുന്നവർ അങ്ങനെ കൊണ്ടു. അത് വണ്ടി നമ്മളെ ഒരിക്കലും ചതിക്കത്തില്ല. അതാണ് അങ്ങനെ ഒരു, അതിനകത്ത് വിശ്വാസമൊന്നും അല്ല, അത് അങ്ങനെയാണ്. അത് നമ്മുടെ മനസ്സിന്റെ ഒരു പവറാണ്. അങ്ങനെ അതുകൊണ്ട് സംഭവിക്കുന്നത്. അതെ അതെ അതെ. രതീഷേ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ആന്ധ്ര ആ ഭാഗത്തൊക്കെ ചെന്നപ്പോഴാന്ന് തോന്നുന്നു. കർണാടകയിൽ ചെന്നായിരുന്നു നമ്മുടെ യുദ്ധത്തിന്റെ ആ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വരെ പേടിച്ച്, ഞാനും ശ്രദ്ധിച്ചായിരുന്നു കമന്റുകളിലെല്ലാം നിങ്ങൾ റിസ്ക് എടുക്കണ്ട തിരിച്ച് സ്നേഹം കൊണ്ട് പറയുന്ന ഇത് പറഞ്ഞാൽ കേൾക്കുക. ചിലരൊക്കെ വളരെ ദേഷ്യത്തിൽ വരെ പറഞ്ഞു, കാരണം സ്നേഹം കൊണ്ട് പറയുന്ന. പക്ഷെ അന്നേരം നിങ്ങളുടെ ഒരു ഞാനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2-3 തവണ വിളിച്ചെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് അന്നേരം എന്നാ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വികാരം? എനിക്ക് ഇപ്പോൾ യുദ്ധം ഉണ്ടായി, അല്ല യുദ്ധം നടക്കുന്നെന്ന് പറഞ്ഞാലും
എനിക്കങ്ങനെ യാതൊരു പേടിയും തോന്നിയില്ല. അതിൻ്റെ ഒരു കാര്യം എന്നാ വെച്ചാൽ 2-3 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ഇവിടുന്ന് പോകുമ്പം അവിടെ ചെല്ലാൻ കുറച്ച് ദിവസം എടുക്കുമല്ലോ, അന്നേരത്തേലും ആ ഒരു സമയത്തേക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും എന്നുള്ള ഒരു ഇത്. പിന്നെ കൂടുതലും ജമ്മു സൈഡിലൊക്കെയാണ് പ്രശ്നമുള്ളത്. ഇനി അഥവാ അവിടെ അതിലെ പോകാൻ പറ്റിയാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് വേറെ വഴിക്ക് പോകാമല്ലോ. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ധൈര്യം എന്ന് വെച്ചാൽ ഹൈവേയിലൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തുമില്ല, വണ്ടി പോകുന്നതിന് ബുദ്ധിമുട്ടുമില്ല. പിന്നെ ചിലപ്പോൾ നമുക്ക് ജമ്മുവോ ശ്രീനഗറോ ഒന്നും ചിലപ്പോൾ കറങ്ങാൻ പറ്റുകയെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ലഡാക്കിലേക്കല്ലേ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു ശതമാനം പോലും ഒരു പേടിയോ പുറകോട്ടോ അല്ലെങ്കിൽ വേറെ റൂട്ട് പോകണമെന്നോ ഒരിക്കലും ചിന്തിച്ചില്ല. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പം നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ആർമി അതുപോലെ ഉണ്ടല്ലോ എല്ലായിടത്തും, അതുകൊണ്ട് അത്ര ഒരു പേടിക്കേണ്ട ഒരു പേടിയില്ലായിരുന്നു. യുദ്ധം നടക്കാൻ നമ്മളവിടെ ചെന്നപ്പോഴത്തേക്കും ശരിക്കും യുദ്ധം കഴിഞ്ഞു. ഇല്ലെങ്കിലും ചിലപ്പോൾ അതിലെ തന്നെ പോയേനെ. എന്നുവെച്ചാൽ അത്ര എനിക്കൊരു അങ്ങനെ ഒരു പേടി തോന്നിയിട്ടില്ല. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നമ്മളോട് പോകണ്ടെന്ന് പറഞ്ഞാൽ നമ്മളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞാൽ പോകണ്ടെന്ന്, നിങ്ങൾ തിരിച്ചു പോരെ. അതെ അതെ. അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന അല്ലേ, നമ്മളോടൊപ്പം എപ്പോഴും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊരാപത്തും കൂടാതെ നിങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ വലിയൊരു കാര്യമാണ്. എന്നെ കുറച്ച് പേരൊക്കെ വിളിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞു, ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കുക വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി വേറെ റൂട്ട് തിരിഞ്ഞു പോകും, അതുകൊണ്ട് ആരും ടെൻഷൻ എടുക്കേണ്ടെന്ന് വിളിച്ചവരോട് എല്ലാവരും തന്നെ ഞാൻ പറഞ്ഞു. വാട്സപ്പിൽ കുറേ പേര് മെസ്സേജ് അയച്ചു, എല്ലാവരോടും അങ്ങനെ തന്നെ പറഞ്ഞു. അപ്പോൾ അതൊന്നും കുഴപ്പമില്ലാതെ പോയി. എല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അതെ. നിങ്ങളെ ഇതിനകത്ത് കമന്റ് ഉണ്ടായിരുന്നു, പട്ടാളക്കാരെ ഒന്നും പോണ വഴിക്ക് കാണിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമന്റ് കണ്ടായിരുന്നോ? അതെന്ന് വെച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ റോഡിൽ മൊത്തം പട്ടാളമായിരുന്നു. എവിടെ പഞ്ചാബ് അങ്ങോട്ട് അടുത്ത് പഞ്ചാബ് തുടങ്ങുന്നിടത്തില്ല, അങ്ങോട്ട് കയറി പത്താങ്ങോട്ടൊക്കെ എല്ലായിടത്തും പട്ടാളക്കാരാണ്. ജമ്മുവിലും ശ്രീനഗറും എല്ലായിടത്തും അതേപോലെ വണ്ടികളും ഇങ്ങനെ തുരിതുരാ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതെ, പട്ടാളത്തിൻ്റെ വണ്ടികൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും. പക്ഷെ അതൊക്കെ നമ്മൾ എടുക്കുന്നത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അത് ശരിയല്ലാത്ത ഒത്തിരി ഒഴിവാക്കി. ഒന്നും എടുത്തില്ല. അബദ്ധത്തിൽ കുറച്ചൊക്കെ ചെറുതായിട്ടൊക്കെ അതിനകത്ത് വീഡിയോക്കകത്ത് വന്നിട്ടുണ്ട്. ബാക്കി മൊത്തം തന്നെ നമ്മൾ ഒഴിവാക്കി എടുത്തത്. അങ്ങനെ ഒരു സാഹചര്യമല്ലേ പിന്നെ ഇങ്ങനെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ യൂട്യൂബിൽ ലോകത്തുള്ള എല്ലാ ആൾക്കാരും കാണുന്നതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അങ്ങനെ എടുക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. കുറച്ചൊക്കെ ജസ്റ്റൊക്കെ ഉള്ളൂ. കാരണം അവിടെ പകൽഗാമിലൊക്കെ ചെന്നപ്പോൾ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. മൊത്തം വേറെ മനുഷ്യരെ അവിടെ നാട്ടുകാരുള്ളതിനെക്കാട്ടി കൂടുതൽ പെട്ട ആൾക്കാരായിരുന്നു. എല്ലായിടത്തും വഴിയിലെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അതാണ് ശരിക്കും ഉണ്ടല്ലോ, നിങ്ങൾ ഈ യാത്രകളെല്ലാം രതീഷ് ഷൂട്ട് ചെയ്ത് എല്ലാം വീഡിയോ ആക്കി. ഇതിനകത്ത് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ് ഒരു തരത്തിലും എടുക്കാൻ മേലാത്ത പോയ ഒരു സംഭവം തന്നെ വീഡിയോക്കകത്ത് കാണിക്കാൻ പറ്റാതെ പോയ അതൊരു സംഭവമുണ്ട്. ഉണ്ടോ? അതാ കേൾക്കേണ്ടത്. അതെ, ഞങ്ങൾ ലേയിൽ ചെന്നിട്ട് അവിടുന്ന് ഞങ്ങൾ രാവിലെ അവിടെ 2 ദിവസം നിന്നെന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് 2 ദിവസം രാവിലെ കറുതുങ്കല വഴി അങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇറങ്ങുമ്പം ലേയിലെ ആർമിയുടെ ഒരു ഓഫീസർ വിളിച്ചു. അപ്പോൾ നിങ്ങൾ ഇന്ന പുതിയ ട്രാവലോ അല്ലേ, എൻ്റെ അടുത്ത് വന്നതല്ലേ എന്നൊക്കെ ചോദിച്ച് വിളിച്ചു. അപ്പോൾ അതെന്താ സംഭവം, എന്തിനാണ് വിളിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ നമുക്കൊരു സ്വീകരണം തരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പം വിളിച്ചപ്പം ഞങ്ങളെല്ലാം റെഡിയായി ഇറങ്ങി. അപ്പം മെയിൻ ഓഫീസർ വിളിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ നമ്പർ കൊടുത്തിട്ട് മെയിൻ ഓഫീസർ വിളിക്കും. ഇവിടെ ലേയിൽ നിങ്ങൾ ഇത്രയും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്ര ഫാമിലി ആയിട്ട് ഇതിലെ വന്നുകൊണ്ട് അത് നിങ്ങളെ ഒന്ന് ഒരു അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം സാറ് വിളിക്കുമെന്ന് പറഞ്ഞു. ഓഫീസർ പുള്ളി മലയാളിയല്ല, വിളിച്ച ആൾ മലയാളിയാണ്. പക്ഷെ മറ്റേ ഇവരുടെ മുതിർന്ന ഓഫീസർ വേറെ ഏതോ സ്റ്റേറ്റിലുള്ള ആളാണ്. വിളിക്കുമെന്ന് പറഞ്ഞാൽ നമ്പർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളത് നേരത്തേനും പിന്നെ ഇവിടുന്ന് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയല്ലോ. എന്ന് വെച്ചാൽ രാജേഷ് ഇവിടെ ഇത്രയും വണ്ടിയും എല്ലാം ഓടുന്ന എല്ലാം നിർത്തിയിട്ടല്ലേ, വണ്ടി ഓടുന്നുണ്ട് എന്നാലും ഇട്ടിട്ടല്ലേ ഈ പോയേക്കുന്നത്, ഈ ഫോണിൽ കൂടെ അല്ലേ ഉള്ളൂ. അപ്പം ഇവന് പെട്ടെന്ന് വരുകയും ചെയ്യണം. അപ്പോൾ ഞാനെന്ന് നമുക്കതെന്ന് അപ്പം ഞാൻ നമ്പർ എടുത്ത് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ അങ്ങോട്ട് ചെല്ലുന്നിടത്തൊന്നും റേഞ്ച് ഇല്ലായിരുന്നു. അങ്ങനെ അത് ഭയങ്കര ഒരു നഷ്ടമായി. കാര്യം എന്നാന്ന് ചോദിച്ചാൽ പിന്നെ രണ്ടാമത് പിന്നെ വിളിച്ചിട്ട് അവർ വിളിച്ച സമയത്ത് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ അങ്ങനെ പിന്നെ അങ്ങ് മുന്നോട്ട് പോയി. തിരിച്ച് ഇതിലേ അല്ലല്ലോ വരുന്നത്. അങ്ങനെ അങ്ങ് പോയതുകൊണ്ട് അത് വലിയൊരു നഷ്ടമായിപ്പോയി. അതൊരു വലിയ നഷ്ടമായി. അതെ, അതാണ് ഏറ്റവും ഒരു നഷ്ടമായത്. അംഗീകാരമായിരുന്നു. അതെ അതെ അതെ, ശരിക്കും അതാ പറഞ്ഞ ആർമിക്കാരുടെ അംഗീകാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ വന്നേ അത് വലിയൊരു നഷ്ടമായിപ്പോയി. അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം നല്ല ട്രിപ്പ് നല്ല അടിപൊളിയായിരുന്നു എല്ലാം കൊണ്ട്. അതുപോലെ നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴത്തേനും എനിക്ക് തോന്നുന്ന ഏകദേശം നല്ല ചൂടുള്ള സമയത്തല്ലേ പോകുന്നത്. നല്ല ചൂടായിരുന്നു അന്ന് ഇവിടെ. ഇത് കഴിഞ്ഞ് ഓരോ ടെറൈനിലോട്ട് കയറി ചെല്ലും കാലാവസ്ഥ മാറി മാറി വരിക. അത് നിങ്ങളെ എങ്ങനെയൊന്ന് എഫക്റ്റ് ചെയ്തു?
അത് വലിയ എഫക്റ്റ് എന്ന് പറയാനില്ല. പിന്നെ രാജസ്ഥാനിൽ മാത്രമാണ് ഏറ്റവും ടെമ്പറേച്ചർ കൂടുതലുണ്ടായിരുന്നത്, 45 ടെമ്പറേച്ചർ. ബാക്കി ബാക്കിയൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടിക്കകത്ത് AC അല്ലേ, വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ മാത്രമുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. എന്നാലും നല്ല ചൂടായിരുന്നു കേട്ടോ. ആ രാജസ്ഥാനിലെ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നിയുള്ളൂ. പിന്നെ അവിടെ ഡെസേർട്ടിലൊക്കെ പോയി ഭയങ്കര പൊടിക്കാറ്റൊക്കെ, അതേ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയുള്ളതൊന്നും, പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു, അതുകൊണ്ട് വലിയൊരു ചൂട് അനുഭവപ്പെട്ടില്ല. പൊടിക്കാറ്റ് ഭയങ്കര ഒരു ഇതായിരുന്നു. ഭയങ്കര പൊടിക്കാറ്റായിരുന്നു. പിന്നെ നമ്മൾ എല്ലാ ക്ലൈമറ്റിൽ കൂടെയും യാത്ര ചെയ്തു. മഴയുണ്ടായിരുന്നു, പൊടിക്കാറ്റ്, മഞ്ഞ്, സ്നോഫോള് എല്ലാം ഉണ്ടായിരുന്നു. -7 വരെ ടെമ്പറേച്ചർ അതിൽ വരെ, -7 തൊട്ട് 45 ഡിഗ്രി വരെ ടെമ്പറേച്ചർ. ആ ഒരു ഇതിൽ കൂടെ യാത്ര ചെയ്തു. അതൊരു എല്ലാ എക്സ്പീരിയൻസ് കിട്ടി, നല്ല ഇതായിരുന്നു. പിന്നെ ഇങ്ങനെ എല്ലാ യാത്ര ചെയ്തെങ്കിലും ആർക്കും ഒരു ജലദോഷം പോലും കഴിച്ചില്ല. അതാ. പിന്നെ വയറ്റ് വേദനയോ അങ്ങനൊന്നും. അതെന്താ കാരണമെന്ന് ചോദിച്ചാൽ കടയിൽ നിന്ന് അധികം കഴിച്ചില്ല, നമ്മളെല്ലാം ഫുഡ് വെച്ച് കഴിക്കായിരുന്നു. അല്ലെങ്കിൽ വെളിയിലേക്ക് ചെല്ലുമ്പോൾ ഈ എണ്ണ പിടിക്കുകയല്ല, വയറ്റിലൊക്കെ പ്രശ്നം ഉണ്ടാകും. ഞങ്ങൾ എൻഡവറും കൊണ്ട് പോയപ്പോഴും ഉണ്ടായ ഒരു വിഷയം അതാണ്. ഇത് എല്ലാം നമ്മൾ ഫുഡ് വെച്ച് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. കഞ്ഞിയും പഴങ്കഞ്ഞിയും അച്ചാറും ഇതൊക്കെ അല്ലായിരുന്നു. അല്ലാതൊന്നും അധികമൊന്നും അല്ലാതെ വലിയ പിള്ളേർ പറ്റായിരുന്നു. എന്നും കഞ്ഞി മൊത്തം പറയുന്ന എന്നും ഇതോടോ. നമ്മുടെ ഈ വാൻകോടലും പറഞ്ഞു കാണും, ടൂറെല്ലാം പോയിട്ട് കഞ്ഞിയാണല്ലോ, ബിരിയാണിയും അല്ലേ അൽഫാമും ഒന്നും കിട്ടുന്നില്ലല്ലോ, ടൂർ പോയാൽ പോലും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു കാണും. അതുകൊണ്ട് ആർക്കും ഒരു കുഴപ്പമില്ല. പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട്, ആ പിള്ളേർക്ക് വല്ലതും മേടിച്ചു കൊടു, അല്ലെങ്കിൽ ഇങ്ങനെ പിശുക്കാതെ. അതൊന്നും പിശുക്കല്ല. ഒരിക്കലും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആഹാരം നോക്കി കഴിച്ചാൽ നമുക്ക് കുഴപ്പം. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതുപോലെ യാത്ര ചെയ്യാൻ പറ്റുന്നത്. അല്ല, അതെന്നാ നമ്മൾ ഈ ലോറിയിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ അറിയാം. അല്ലാതെ ഇപ്പം എല്ലാ കടയിൽ കിട്ടുന്ന എല്ലാം മോശമാണെന്നല്ല. നമ്മളൊരു 10 കടയിൽ കയറിയാൽ 1-2 കടയിലേ നല്ല ഫുഡ് കിട്ടുള്ളൂ. അത് തന്നെയല്ല, ഈ എണ്ണ പല എണ്ണയാണ് ഉപയോഗിക്കുന്നത്, അതൊരു വലിയ പ്രശ്നം. അതാണ് വലിയ പ്രശ്നം. നമ്മൾ ഈ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്യൂർ ആയിട്ടുള്ള അത് കഴിച്ചേച്ച് അങ്ങോട്ട് ചെല്ലും വേറെ പല എണ്ണകൾ കൊണ്ട്. അതല്ല ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പം എൻഡവറും കൊണ്ട് പോയപ്പോൾ നല്ലപോലെ പെട്ടുപോയി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്നാലും ഇഷ്ടമുള്ള അത് വേണ്ട. നമ്മൾ വഴി കാണുന്ന മലയാളികളോ അല്ല ആരെങ്കിലും കാണുന്നവർക്ക് ഇച്ചിരി കഞ്ഞി കൊടുത്താൽ അവർക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. ഈ വെളിയിൽ നിന്നുള്ള കഴിച്ച് മടുത്തേ ആ ബൈക്കേ വന്നവര്. അതെ, അവരൊക്കെ ഇച്ചിരി കഞ്ഞിയും ചമ്മന്തിയും അല്ല ഇച്ചിരി അച്ചാറൂടെ കൊടുക്കുമ്പോൾ ആ ചൂട് കഞ്ഞി കുടിക്കുന്നവർ കിട്ടിയ പോലെയാ ആ തണുപ്പത്ത്, അത്ര തണുപ്പില്. അങ്ങനെ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് അതിപ്പോൾ ലോറിയെ പോയാലും ഇതേ പോയാലും എല്ലാം ഫുഡ് നമ്മൾ കൂടുതലും വെച്ച് കഴിക്കുള്ളൂ. 95% വെച്ച് കഴിക്കുള്ളൂ. കടയിൽ നിന്ന് പിന്നെ ഇത്രയും പേരുള്ളതുകൊണ്ട് അവർക്ക് അതാത് സ്ഥലത്തെ ഫുഡൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ കടയിൽ നിന്ന് കഴിച്ചുള്ളൂ പറയാനുള്ളൂ. ശരിക്കും ഉണ്ടല്ലോ, നിങ്ങൾ ഇവിടുന്ന് റൂട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാൻ ചെയ്താൽ, പക്ഷെ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴല്ലേ വേറെ സ്ഥലത്തോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്താണോ ഇവിടുന്ന് പോയത്? ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. എനിക്കൊരു ഐഡിയ ഉണ്ട്, ഇന്ന റൂട്ട് വഴി ഇങ്ങനെ അങ്ങ് പോകുന്നുണ്ട്, എന്നാലും ഇന്ന സമയത്ത് ഇന്ന അടുത്ത് ചെല്ലണം, അല്ല ഇന്ന വഴി അങ്ങനൊന്നും ഇല്ലായിരുന്നു. അങ്ങ് പോയി ഒറ്റ പോക്കങ്ങ്. അതെ, അത്രേ ഉള്ളൂ. പക്ഷേ ഏകദേശം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു 30 ദിവസം ഇല്ല 40 ദിവസം എന്നായിരുന്നു എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. പക്ഷെ അതിലൊക്കെ അപ്പുറം പോയി. അത് പിന്നെ നേരം കുറച്ച് ഉദ്ദേശിച്ചാലും കുറച്ച് കൂടുതൽ സ്ഥലങ്ങൾ പോയി. അങ്ങനെ വന്നപ്പം 51 ദിവസം എടുത്തു. പിന്നെ ഞങ്ങൾ 3-4 ദിവസം കൂടെ താമസിച്ചേ വരുള്ളായിരുന്നു. പിന്നെ മുത്തും പൊന്നും പോയേക്കാന്നും പറഞ്ഞ് ഇവരും അടുത്തു. അതുകൊണ്ട് അയച്ചിവിടെ പെട്ടെന്ന് പോകും. അല്ല, അവര് മടുക്കുന്ന എങ്ങനെ? അവരിടയ്ക്ക് വെച്ച് കയറുന്നില്ലേ? അവരിടയ്ക്ക് കയറിയതാ, എന്നാലും അവർക്ക് ഈ യാത്ര അത്ര അങ്ങ് വലിയൊരു താല്പര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. പോയതുകൊണ്ട് അറിയാലോ അവിടത്തേക്ക്, അതുകൊണ്ട്. ശരിക്കും ഇതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർഫുൾ എപ്പിസോഡ് ഏതായിരുന്നറിയോ? ഏതായിരുന്നു? മറ്റേ ബദ്രീനാഥ്. എന്റെ ദൈവം, ഇവരുടെ നെറ്റിയിലൊക്കെ ചന്ദനം കാണണമായിരുന്നു. അതെല്ലാം നല്ല അവിടെ ഒരു പ്രത്യേക ഞാൻ ഞെട്ടിപ്പോയി. അല്ല അമ്പലത്തിൽ പോലും പോയില്ല. അല്ല, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ തീപ്പെട്ടിക്കൊള്ളിക്ക് തൊടുന്ന പാർട്ടിക്കാരാ. ഇത് മൊത്തം വാരി വെച്ച് ഇത് കഴിഞ്ഞ് കണ്ട് തിരിച്ചു ചെന്ന് കഴിയുമ്പോഴത്തേണ്ട് ഈ മനുഷ്യന്റെ ഞാനൊരു 5 മിനിറ്റ് നോക്കി നിന്ന് ഇതെന്നാ കളിയാണ് ഭക്തിയിലങ്ങോട്ട് എന്നാ പറയുന്നത്. അല്ല, അതങ്ങനെയല്ല. എന്നാന്ന് പറയാ, ഞങ്ങളിങ്ങനെ ഒരുമാതിരി ലഡാക്ക് ഒന്ന് ഓൾറെഡി പോയി. അത് എനിക്ക് അവിടെ ചെല്ലുമ്പോഴേ തലവേദന തുടങ്ങി. മറ്റേ ഓൾറെഡി പിന്നെ ഓക്സിജന്റെ പ്രശ്നം. അപ്പൊ ഞാനിങ്ങനെ മതി കണ്ടതല്ലേ തലവേദന എടുത്തിട്ട് ഇങ്ങനെ തല പൊക്കാൻ വരച്ചാൽ ഞാൻ അങ്ങോട്ട് നിന്നാ പാങ്കോങ് കഴിഞ്ഞ് അപ്പുറത്തോട്ട് ഞാൻ അധികം വണ്ടി ഓടിച്ചിട്ടില്ല. എനിക്ക് വയ്യ, ഞാനിങ്ങനെ ഇരിക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിപ്പം ഇറങ്ങി വന്നു. ഹിമാചൽ വന്നപ്പോഴത്തേക്കും ഓക്കെ. അപ്പം എൻ്റെ അടുത്ത് പ്ലാൻ, ഞാനിവരെല്ലാം പോയപ്പോൾ പ്ലാൻ ഇട്ടെന്ന് വെച്ചാൽ ഹിമാചൽ ഉത്തരാഖണ്ഡ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും അത് പറഞ്ഞു, ഉത്തരാഖണ്ഡ് ഹിമാചലൊക്കെ നമുക്ക് കാണാം, ബാക്കിയൊക്കെ നമ്മൾ കണ്ടാണല്ലോ. അപ്പം അവിടെ കാണാമെന്നുള്ള പ്ലാനിലായിരുന്നേ.
അങ്ങനെ ചെന്ന് ഹിമാചൽ വന്നപ്പോൾ സത്യം പറയണേ ഒരു ജീവൻ തിരിച്ചു കിട്ടിയ ഫീലായിരുന്നു. അന്നേരം അവിടെ അമ്പലത്തിൽ പോയപ്പോ ജീവൻ തിരിച്ചു കിട്ടുമല്ലേ? എനിക്ക് തല നേരെ നിന്ന് ആ സമയത്ത് അതുപോലെ തലവേനായിട്ട് പിന്നെ എല്ലാം മാറിയല്ലോ. അതപ്പോ അപ്പോഴും ഇത്തിരി സമാധാനമായി. പക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ഇവര് നിങ്ങളെല്ലാരും നല്ല ഫ്രഷ് ആയില്ലേ അവിടെ പോയി? ഉത്തരാഖണ്ഡിലും ബദ്രിനാഥിലും 2 ദിവസം നിന്ന് നല്ലൊരു ഇതായിരുന്നു. പക്ഷെ ക്ലൈമറ്റും എല്ലാം നല്ല ഇതായിരുന്നു. പിന്നെ ചന്ദനം തൊട്ടത് ഞങ്ങൾ തൊട്ടതല്ല, അവര് തൊടുമ്പോ ഇങ്ങനെ അടുത്ത് തൊട്ട് തരും, ഇങ്ങനെ തൊട്ട് വിട്ടു. അല്ല അതെനിക്കറിയായിരുന്നു, ഞാൻ ചുമ്മാ ചോദിച്ചാ കേട്ടോ. ഇതിനകത്ത് ശ്രദ്ധിച്ചേക്കുന്ന പൊന്നു ജോയിൻ ചെയ്തിട്ട് തിരിച്ചു വരുന്നിടം വരെ എനിക്ക് വലിയ പ്രശ്നം തോന്നിയില്ല, നല്ല ഫ്രഷ് ആയിട്ടാണ് തോന്നിയത്. ഞാൻ പകുതിക്കല്ലേ ചെന്നത്, 23 ദിവസം. അല്ല പൊന്നിനെ അല്ല ഇവരെല്ലാം അത് കഴിഞ്ഞിട്ടാ ഇവിടെ പോയപ്പോഴാണ് ഇവരും മടുത്തത്. അതുവരെ ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പൊന്നിനെ കണ്ടില്ല പൊന്നു മിണ്ടുന്നിട്ട് പറയും. പൊന്നു ഒരു സ്ഥലത്ത് വന്നാണ്ട് റോഡ് നടന്ന സ്റ്റോറിക്ക് ഫോട്ടോ എടുപ്പം പരിപാടി. ഞാൻ ഇവര് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ വേറെ വഴി കൂടെ എൻജോയ് ചെയ്തവരെ നോക്കി അങ്ങനെ നടക്കും. രതീഷേ ദേ രാജേഷും വന്നു. എനിക്കറിയേണ്ട കണക്കാ, എന്നെ പോയിട്ട് മിച്ചമുണ്ടെന്ന് എനിക്കറിയേണ്ടത്. അത് പറഞ്ഞിട്ട് പോയാൽ മതി. വരവുക ചെലവുക മിച്ചം ഇല്ല, ഏത് കായാലും കണക്ക് കിട്ടണം. ഇതിനെ വരവൊന്നുമില്ല, ചെലവ് മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്വന്തം ഓട്ടം അല്ലായിരുന്നോ? ഇത് പറഞ്ഞിട്ട് ആരുടെ മുഖത്തിനിട്ട് നോക്കുന്നില്ലല്ലോ. ചെലവ് ഇതിലേതാ ചെലവെന്നറിയാൻ ചോദിച്ചാ. അല്ല ചെലവ് വളരെ കുറവായിരുന്നു. ഇപ്പൊ മനസ്സിലായി എവിടുന്ന വരവ് ഒട്ടും ഇല്ലായിരുന്നു. അപ്പോഴേ എന്നാ പിന്നെ നമുക്ക് കണക്കിലേക്ക് കിടക്കാം. അതിന് ഞാനല്ലേ നോക്കുന്നേ, ഇതിന്റെ കണ്ണാടി വെച്ചേ. ശരിയാണോന്ന് എനിക്ക് നോക്കണ്ടേ? അല്ല നിങ്ങൾ പൊട്ടത്താപ്പ് കണക്ക് പറഞ്ഞിട്ട് വല്ല കാര്യം അല്ല ഞാൻ അപ്പൊ കണ്ണാടി വെച്ചില്ലെങ്കിൽ കാണത്തില്ലല്ലേ. അല്ല കരുതിക്കൂട്ടിയാ വന്നേക്കുന്നത്. ആ അപ്പോഴേ നമ്മുടെ ഈ ട്രിപ്പിന് ആദ്യമായിട്ട് ഫുഡിൻ്റെ കാര്യം പറയാം. ഫുഡ് അതിനകത്ത് ചെറിയൊരു വിഷം പറ്റി, രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നമ്മുടെ മെയിൻ ഡ്രൈവർ എഴുതിയത്. അതുകൊണ്ട് മൊത്തത്തിൽ അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിച്ചതിൻ്റെ ഒരു റേറ്റും നമ്മൾ വെച്ച് കഴിച്ചാൽ രണ്ടായിട്ട് കണക്കെടുക്കണം. അധികമൊന്നും കാണത്തില്ലല്ലോ ഏത് ഹോട്ടലിൽ നിന്ന് കുറച്ചേ ഉള്ളൂ, എന്നാലും അതങ്ങനെ അറിയാമായിരുന്നു. അപ്പോൾ ഇത് മൊത്തം ഫുഡിനുണ്ടല്ലോ ഈ 51 ദിവസത്തേക്ക് ഏകദേശം 1,06,489 രൂപ. അതിനകത്ത് വേറെ കാര്യം ഉണ്ടായിരുന്നു, 32 ദിവസം എത്രയെന്ന് പറയണമായിരുന്നു, അത് കഴിഞ്ഞിട്ടുള്ളതോടെ കൂടണമായിരുന്നു. നിങ്ങളുടെ വേറെ കൂട്ടിയേക്കുന്നത് അത് രണ്ടെല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞെന്നുള്ളൂ. അല്ല ഒന്നിച്ച് പറഞ്ഞാ ആ ഇവര് 2,000 രൂപ ഏകദേശം ഒരു ദിവസം. 2,000 രൂപ. അപ്പം പക്ഷേ കടയിൽ നിന്ന് കഴിച്ചൊക്കെ ഭയങ്കര ചാർജ് ആയതുകൊണ്ട് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്രയൊന്നും ആകത്തില്ല. ഞങ്ങൾ കുംഭമേളയ്ക്ക് പോയ ചെറിയ പൈസയായിരുന്നു, നിസ്സാരം. 2,000 എന്ന് പറയുമ്പോൾ 10 പേരില്ലേ? 9 പേര്. 9 പേർക്ക് അല്ല വേറെ കാര്യമുണ്ട്, ഞങ്ങളൊരു ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് 3,350 രൂപയായി ഒരു നേരം. ഞങ്ങള് പോന്നു കഴിഞ്ഞാ ലഡാക്കിലോട്ട് പോയപ്പോ ഒറ്റ നേരം 3,350 രൂപയായി. അപ്പം അത് അത് ഒരു 100 രൂപയില് തീർക്കാവുന്ന ഒരു സംഭവം ഉള്ളായിരുന്നു. വേറെ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്നും പറഞ്ഞ് നമുക്ക് അവിടെ കയറാൻ. അതെ എന്നിട്ട് കഴിച്ചതോ ബ്രെഡ് ഓംലെറ്റും. പിന്നെ ഇത് നമ്മള് ആലു പൊറോട്ട ഒക്കെ അതിലും ഇവിടുത്തെ യു പിയിലെയും ഒക്കെ ഉള്ള ആലു പൊറോട്ട, പഞ്ചാബിലെയൊക്കെ അടിപൊളി. ഈ 3,000 രൂപയ്ക്ക് എന്നെ കഴിച്ചതെന്ന് പറയാമോ? മാഗി, ബ്രെഡ് ഓംലെറ്റ്, ആലു പൊറോട്ട, പിന്നെ ഒരു മോമോസും. അതല്ല മാഗി നൂഡിൽസ്, ഇതായിരുന്നു സംഭവം. 3,000 രൂപയ്ക്കുള്ള സാധനം എങ്ങനെ കൂട്ടിയാലും ഇല്ല. പിന്നെ ഇതില് മെയിൻ ചാർജ് വന്ന് നമ്മളിത് ലഡാക്കിൽ പോയപ്പോ അവിടെ നിന്നാണ് ഇത് കഴിച്ചത്. അപ്പം അവിടെ പിന്നെ ലേ ചെല്ലുന്നതിന് മുമ്പ് അല്ലാതെ വണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുള്ള റോഡൊന്നും അല്ല. അതായത് ശ്രീനഗർ ലേ ഹൈവേ എന്ന് തന്നെയാ. പിന്നെ എന്താന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള എവിടെ ചെന്നാലും അവിടുത്തെ മെയിൻ ഒരു സാധനമാണ് ഈ നൂഡിൽസും ബ്രെഡ് ഓംപ്ലേറ്റ് ഇതേ ഉള്ളൂ. അപ്പം അതിനകത്ത് ആ എണ്ണയാ ഭയങ്കര പ്രശ്നം. ഓംപ്ലേറ്റിനകത്തൊക്കെ എണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഭയങ്കര ഓയിലാണ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അധികം കഴിച്ചു കഴിഞ്ഞാൽ ഓയിൽ പിടിക്കത്തില്ല. ഞങ്ങൾ അന്ന് കാറിൽ പോയപ്പം ഈ ഓയിൽ എനിക്ക് പിടിച്ചില്ല, നല്ല മണി കിട്ടി. അപ്പൊ അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. ഫുഡിന്റെ ഒക്കെ ഈ 1,06,000 രൂപ ചിലപ്പോൾ അതിൽ ഇച്ചിരി കൂടുതലായി കാണും. ഒരു 10,000 രൂപ അതിലും കൂടുതലായി കാണും. എഴുതാനൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. ഇല്ല എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചേക്കുന്നേ ഉള്ളൂ. വേറെ ഒത്തിരി കുഴച്ചൊന്നും പറയല്ലേ. അതെ, ഫുഡ് എല്ലാം കൂടെ അമ്മ ഒറ്റ ഇതാക്കി. അല്ല കടയിൽ നിന്ന് കഴിച്ചതും പിന്നെ നമ്മൾ സാധനം മേടിച്ചുണ്ടാക്കി കഴിച്ചതും പിന്നെ നമ്മൾ കുറച്ച് സാധനം ഇടുന്ന പലചരക്ക് സാധനം മേടിച്ചോണ്ടുമല്ലോ, എല്ലാം കൂടെ അങ്ങനെ എഴുതിയത്. സെപ്പറേറ്റ് എഴുതിയില്ല. പിന്നെ നമ്മൾ മെഡിസിൻ മേടിച്ചെല്ലാം കൂടെ ഒരു 3,000 രൂപ. പിന്നെ പാർക്കിങ്, പിന്നെ ഈ ചിലയിടത്തൊക്കെ എൻട്രി ഫീ ഒക്കെ ഉണ്ട്.
അത് പിന്നെ അവിടുന്ന് ഇവിടുന്ന് ഓട്ടോ വിളിച്ചൊക്കെ പോയത്, പിന്നെ വണ്ടി സർവീസ് ചെയ്ത്, ഇതെല്ലാം കൂടെ കൂട്ടി ഒരു 7,070 രൂപ. ഫാൻസി നമ്പറാണല്ലോ. അതെ, 70. പിന്നെ ഡ്രസ്സ് മേടിച്ച് തണുപ്പിന് വേണ്ടി ഇവിടെ ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്നു, ഇല്ലാത്തവർക്ക് മേടിച്ച എല്ലാം കൂടെ ഒരു 32,600 രൂപ. അത് തന്നെയല്ല കേട്ടോ, അല്ല ഞങ്ങൾ കുറച്ച് എല്ലാ ഡ്രസ്സും മേടിച്ചു. എനിക്ക് സൂര്യക്കും പിന്നെ പിള്ളേർക്കും കൂടെ പോകാനുള്ള വേറെ ഡ്രസ്സ് കൂടെ മേടിച്ചു, അതുകൂടെ കൂട്ടിയത്. പിന്നെ സ്റ്റിക്കർ വർക്ക്, അതിൻ്റെ ഡിസൈനിങ്, അങ്ങനെയല്ല കുറേ അതുപോലത്തെ എല്ലാം കൂടെ കൂട്ടി ഒരു 22,000 രൂപ. സ്റ്റിക്കർ വർക്കിനെ ഇത്രയും പൈസ മുടക്കിയ നഷ്ടമില്ല, നല്ല ഭംഗിയായി. നല്ല ഡ്രസ്സല്ലേ, അപ്പം അതുകൊണ്ട് ഇതുവരെ പൊളിച്ചിട്ടില്ല. ഞങ്ങളെ എഴുത്ത് മാത്രമേ പൊളിച്ചുള്ളൂ. ഞാനും ആലോചിച്ചത് പൊളിക്കുന്ന എങ്ങനെ മനസ്സ് വരും, മനസ്സിലായിരുന്നു. അപ്പോൾ അത് നല്ലതായിരുന്നു. പിന്നെ ചെയിന് ഏതാ നമ്മുടെ ടയറിൽ ഇടാനുള്ള ചെയിന്, പിന്നെ ഒരു ബെൽറ്റ്, പിന്നെ ഒരു ടേബിള് ഒരെണ്ണം മേടിച്ചു. എല്ലാം കൂടെ ഒരു 13,300. അതൊക്കെ കൂട്ടി. പിന്നെ ഡെസേർട്ട് സഫാരി, പിന്നെ എന്നാന്ന് വെച്ചാൽ പിന്നെ അത് വേറൊരു ഇതായിട്ട് കൂട്ടാം എന്ന് പറഞ്ഞാൽ ഈ ചെല്ലുന്ന അതെ, അതിനൊക്കെ ഒരു അതായത് ഡെസേർട്ടിൽ രാജസ്ഥാനി പോയി അത് 2,000 രൂപയേ ഉള്ളൂ. ഗുൽമർഗിൽ അതാണ് ഏറ്റവും റേറ്റ് കൂടുതൽ. ഗുൽമർഗിൽ ആ ഗണ്ടോളയിൽ പോയതിന് ഒരാൾക്ക് 2,000 രൂപ ആയിരുന്നു. റോപ്പ് അത് സെക്കൻഡ് ഫേസിൽ വരെ പോകുന്നതിന് ഒരാൾക്ക് 2,000 രൂപയായിരുന്നു. അത് 12,000 രൂപ. ഞങ്ങൾ പിന്നെ പോയിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ പോയില്ല, നമ്മളോട് പോയായിരുന്നെങ്കിലോ. അതെ. പിന്നെ സോനാമർഗി കുതിരപ്പുറത്ത് പോയതിനൊക്കെ ഒരു 1,700 രൂപ. പിന്നെ കാർഗിൽ വാർ മെമ്മോറിയൽ കയറിയപ്പോൾ അവിടുന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ എൻട്രി ഫീ ഒന്നുമില്ല, ഞങ്ങൾ കുറച്ച് സാധനം മേടിച്ചു, അവിടുത്തെ ഒരു ഓർമ്മയ്ക്കായിട്ട് കുറച്ച് സാധനം മേടിച്ചു. അതിനൊരു 2,000 രൂപ. പിന്നെ ഹാൾ ഓഫ് ഫെയിമിലെ ടിക്കറ്റ് ചാർജ് 750 രൂപ. പിന്നെ താജ്മഹലിൽ ഇവർ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ കയറിയ ഒരു 1,200 രൂപ. പിന്നെ ഇവർ തിരിച്ച് വന്നപ്പോൾ ഒരു റൂം എടുത്ത 2,000 രൂപ. പിന്നെ ഇന്നോവയ്ക്ക് ഡീസൽ അടിച്ചതെന്ന് പറഞ്ഞാൽ മൈസൂറിന് വന്നതെല്ലാം കൂടെ അതൊരു 8,000 രൂപ. പിന്നെ അതൊക്കെയാണ് ചിലവുകൾ. പിന്നെ ഇനി വണ്ടിക്കുള്ള ചിലവ്, അതാണ് അടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഗുൽമർഗിൽ പോയി ഗണ്ടോളയിൽ പോകുന്ന വലിയ ഇതൊന്നും കാഴ്ച ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഫസ്റ്റ് ബേസ് വരെ പോയാലും മതി. പിന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ പോകാനാണെങ്കിൽ അവിടെ സ്നോ കാണാൻ വേണ്ടിയിട്ടാണല്ലോ പോകുന്നത്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതേ പോയി കയറി ഇത്രയും പൈസ കളയണമെന്നില്ല. അതെന്ന് വെച്ചാൽ ഗുൽമർഗിൽ പോകണം, അവിടുത്തെ ആ ഇതെല്ലാം കൂടെ കാണാൻ നല്ല രസമാണ് മഞ്ഞൊക്കെ ഉള്ള സമയത്ത്. സ്നോ ഉള്ള സമയത്ത് അതാ ഏറ്റവും നല്ല. സ്നോ ഉള്ള സമയത്ത് ഞങ്ങൾ ചെന്നപ്പോൾ സ്നോ കുറവായിരുന്നു, സ്നോ ഇല്ലായിരുന്നു. അതെ, കഴിഞ്ഞു. അപ്പം ഫെബ്രുവരിയിലൊക്കെ ചെലവാണ് നല്ല അടിപൊളി. നല്ല അല്ല, ഇതിൽ കയറി പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് ഫേസിലായിട്ടൊക്കെ ഓക്സിജൻ്റെ ഭയങ്കര ചാർജ്. ടിക്കറ്റ് തിരക്കുള്ള സമയത്തൊന്നും ടിക്കറ്റ് ഒന്നും കിട്ടിയല്ല, ഭയങ്കര പാടാ. ഓൺലൈനാണ് ടിക്കറ്റ് എടുക്കുന്നത്. നമ്മളുണ്ടല്ലോ ജനുവരി ഫെബ്രുവരിയിലൊക്കെ ആ സ്നോ ഉള്ള സമയത്ത് സെക്കൻഡ് ഫേസ് പോയാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. അതെ അതെ. ഇപ്പോഴും ഈ പ്രാവശ്യം സൂര്യക്ക് ചെറിയ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്നോ ഉള്ള സമയത്ത് അവിടെ ചെല്ലുകയാണെങ്കിൽ നല്ല രസമാണ്. കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്, സ്നോ കാറും സ്കീയിങ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല അടിപൊളിയാണ്. അത് നല്ല രസമാണ് കാണാനായിട്ട്, നമുക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യാം, നമുക്കും ചെയ്യാം. അപ്പോഴേ നമ്മൾ ഫുഡ് കഴിച്ച കാര്യമൊക്കെ പറഞ്ഞു, മെയിൻ വണ്ടിക്കുള്ള ആഹാരം കൊടുത്ത പറഞ്ഞിട്ടില്ല. അതാണ് മെയിൻ ചിലവ്. അതെ അതെ. ഡീസലാണ്. ഡീസല് 2,432 ലിറ്റർ ഡീസൽ. അതിലൊരു 100 ലിറ്റർ നമ്മൾ പമ്പിൽ നിന്നല്ലാതെ വെളിയിൽ നിന്ന് മേടിച്ചൊഴിച്ചാൽ അതൊക്കെ 90 രൂപയ്ക്കും 100 രൂപയ്ക്കും ഒക്കെയാണ് കിട്ടിയത്. അപ്പോൾ അത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡീസൽ പമ്പില്ലെന്നും കൊണ്ട് മേടിച്ച് ക്യാനിലൊന്നും വെച്ചുകൊണ്ട് പോകണമെന്നില്ല, അതൊക്കെ റിസ്ക് അല്ലേ. അതിലുമ്പോൾ അത് ഏതെങ്കിലും ചെല്ലുന്ന കടകളിലൊക്കെ കിട്ടും. ഒരു 5-10 രൂപ പമ്പിലേക്കാട്ടി കൂടുതൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു 100 ലിറ്റർ ഞങ്ങൾ ബ്ലാക്ക് മേടിച്ചു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി 2,16,401 രൂപ ഡീസലിന്. പിന്നെ പെട്രോള് ജനറേറ്ററിന് ഒഴിക്കാൻ വേണ്ടി. ജനറേറ്ററിന് ഒഴിക്കാൻ അധികമായില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾ മിക്കവാറും ഉള്ളിടത്തൊക്കെ ഈ വണ്ടി സ്റ്റാർട്ടിങ് നിർത്തി കിടന്നു, ചൂടുള്ളിടത്തൊക്കെ. അതിട്ടാലും മതിയായിരുന്നു. പിന്നെ അതുകൊണ്ട് പെട്രോൾ കുറച്ചേ ആയുള്ളൂ, 106 ലിറ്റർ പെട്രോൾ. അതിനകത്ത് 10,440 രൂപ. പിന്നെ നമ്മളെ ലേയിലേക്ക് തണുപ്പുള്ളിടത്ത് നിന്നിട്ട് പിന്നെ AC ഇട്ട് ഉപയോഗിച്ചില്ല, അതിൻ്റെ ആവശ്യമില്ലായിരുന്നില്ല. അതെ, അതുകൊണ്ടാണ് അത്രയും കുറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ ആഡ് ബ്ലൂ ഒരു 90 ലിറ്റർ ആയുള്ളൂ, അതിന് 7,670 രൂപ. ഈ ആഡ് ബ്ലൂവിനൊക്കെ വെളിയിൽ നിന്ന് നമ്മൾ മേടിക്കുമ്പോൾ ഭയങ്കര വിലയാണ് പമ്പിൽ പോയി മേടിക്കും. പലയിടത്തും പല റേറ്റ്. ഭയങ്കര റേറ്റാണ് മേടിക്കുന്നത്. പിന്നെ നമ്മൾ ടോള് അതെ, ടോള് പക്ഷേ 20,656 രൂപ. ലോറിയുടെ വെച്ച് നോക്കുമ്പോൾ കുറവല്ലേ അത്, 20,000 രൂപയേ ഉള്ളൂ. 20,656 രൂപ. 20,000 രൂപ ആയുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. 20,000 രൂപ ഈ വണ്ടിയെ സംബന്ധിച്ച് നല്ല ടോൾ തന്നെയാണ്. കുറവൊന്നുമല്ല, ചിലയിടത്തെല്ലാം ഭയങ്കര കൂടുതൽ കുറവ് പോലെ നമുക്ക് തോന്നുന്നത്. ടോട്ടൽ ചെയ്യാം. ആകെ മൊത്തം ടോട്ടൽ
നാഗമത്തം ടോട്ടൽ 4,69,276 രൂപ. അപ്പം ഞാൻ ഇവിടുന്ന് പോകുമ്പം എൻ്റെ ഒരു കണക്ക് കൂട്ടൽ, ഇപ്പം ഞാൻ ഇവിടുന്ന് പറഞ്ഞു എത്ര രൂപ ആയിരിക്കും ബഡ്ജറ്റ് എന്ന് ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 5 ലക്ഷം രൂപ ആവുമെന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപ ഞാൻ കണക്ക് കൂട്ടിരുന്നു. ഇവളെന്നോട് പറഞ്ഞു പിന്നെ 5 ലക്ഷം രൂപയോ അതായാലൊന്നും പോയിട്ട് വരികയില്ല, അതങ്ങനെ പോയിട്ട് വരുന്നതെന്ന് ചോദിച്ചു. കണ്ടോ 4,69 ആയുള്ളൂ. അവർ 10,000 രൂപ കൂടെ കൂട്ടിപ്പിടിച്ചോ എന്ന് വെച്ചാൽ എഴുതാൻ വല്ലതും വിട്ടുപോയോ അങ്ങനെ. 10,000 കൂട്ടിപ്പിടിക്കണ്ട, പ്ലസ് ഓർ മൈനസ്. അതെ 4 അല്ല മൈനസ് വരികയല്ല, ഇത്ര ഇതായതാണ്. അപ്പോൾ 4,70 എന്നുള്ളത് ഒരു 4,80 ആയെന്ന് കൂട്ടിക്കോ, അത്രേ ആയുള്ളൂ. പിന്നെ അപ്പോൾ ഒരു 5 ലക്ഷം രൂപയ്ക്കകത്ത് നിന്നു ചിലവ്, നമ്മുടെ അന്നേരമുള്ള ചിലവാണ് കേട്ടോ പോയി വരാൻ. ഇതിനകത്ത് കൂട്ടാത്ത വേറെ കാര്യമുണ്ട്, ഡ്രൈവറുടെ സാലറി കൂട്ടിയിട്ടില്ല. പിന്നെ ക്യാമറമാന് നല്ല ശമ്പളം വേണം, പിന്നെ വണ്ടിയുടെ വാടക കൂട്ടിയിട്ടില്ല. ഞങ്ങള് കിച്ചണിൽ കുക്കുമാരുടെ ശമ്പളം അതൊക്കെ ഇതൊരു സേവനമായിട്ട് നമ്മൾ എനിക്ക് അറിയാൻ മേലായിട്ടിരിക്കുക. നിങ്ങൾ തന്നെ പോയി, നിങ്ങൾ തന്നെ കഴിച്ചു, നിങ്ങൾ തന്നെ വണ്ടി ഓടിച്ചു, ഇത് ആരാ ശമ്പളം തരേണ്ടത്? ശമ്പളം തരേണ്ടത്? അതുകൊണ്ട് എല്ലാവരും ഇതൊരു സേവനമായിട്ടാണ് ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാലേ വണ്ടി വാടക കൂട്ടുവാണെങ്കിൽ ഒരു 10-12 ലക്ഷം രൂപയെങ്കിലും വരും. അതെന്നാന്ന് വെച്ചാൽ പിന്നെ അതിനകത്ത് 2 ഡ്രൈവർമാരുടെ സാലറി വരും. പിന്നെ വണ്ടിയുടെ മെയിൻ്റനൻസ് നോക്കണ്ടേ, ഇപ്പോൾ ടയർ തേയ്മാനം, ടാക്സ് ഇൻഷുറൻസ് അങ്ങനൊന്നും ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. അതെ സർവീസ്. ഇത് ശരിക്കും നമ്മളിപ്പോൾ പോകുമ്പോൾ അന്നേരം ഉണ്ടായ ഒരു ചിലവ് മാത്രം കൂട്ടിയിട്ടുള്ള ഒരു ബാലൻസ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത് പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഓടിക്കുന്നു അല്ല അങ്ങനെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ ഒരു ചിലവിൽ നമ്മൾ പോയിട്ട് വന്നു. അല്ലെങ്കിൽ ഒരു 10-12 രൂപയെങ്കിലും വണ്ടിയുടെ വാടക മാത്രം വരും. അല്ല ഇത്രയും ദിവസം റൂം എടുക്കണ തന്നെ എത്ര രൂപ ഇത്രയും പേർക്ക്? അതെ റൂം എടുക്കണ എത്ര രൂപ ആവും? അപ്പോൾ അത് വെച്ച് നോക്കുമ്പം നമുക്ക് ലാഭം. അത് കുഴപ്പം. ഇത്രയും 8-9 പേര് ഇത്രയും ദിവസം പോയിട്ട് വന്നില്ലേ. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പം ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാനൊന്നും കൂട്ടിയില്ലല്ലോ. പൊന്നു വന്നാൽ മുത്ത് വന്നാൽ എന്തേ കണക്ക്. കണ്ടോ അപ്പം എങ്ങനെയുണ്ട്? 10,000 ഒന്നും അല്ല. മുത്ത് വന്ന എത്ര? മുത്തിന്റെ എത്രയായിരുന്നു മുത്തേ? അപ്പം 2 പേര് ഫ്ലൈറ്റിന് വന്ന പൈസ 8,300 മുത്ത് വന്നതും 6,600 പൊന്നു, രണ്ടും കൂടെ ഒരു 15,000 രൂപ. അപ്പം 4,70 15 4,85 5 ലക്ഷം രൂപ ആയി കാണും കേട്ടോ. 10 കയറ്റിയിട്ട് പറഞ്ഞില്ലായിരുന്നു. അല്ലല്ല അതിലാകുമല്ലോ, പിന്നെ വരുമല്ലോ. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവർ തിരിച്ചിങ്ങോട്ട് വന്ന് ലോറിക്കാണ് വന്നത്. ഇവർ ഈ 5 പേര് ശരിക്കും ഫ്ലൈറ്റിന് വരികയായിരുന്നെങ്കിൽ അതൊരു 10-35,000 രൂപ അതുകൂടെ 7,000-8,000 രൂപ അല്ലേ ഉള്ളൂ ചണ്ഡീഗഡ് കണക്റ്റിംഗ് ഫ്ലൈറ്റ് വേണം. അല്ല അത്രേ ഉള്ളൂ. 7,000 പൊന്നും 6,000 സംതിങ്ങിനാണ്. അപ്പോൾ ഒരു 7,000 രൂപ വെച്ച് പോലും 35-40 രൂപ അതാവും. അപ്പോൾ അത് അതിനകത്ത് കുറഞ്ഞു വണ്ടിയെ വന്നതുകൊണ്ട്. ഒരു ഡ്രൈവറേയും കൂടെ പിന്നെ വണ്ടി അതിനൊരു ഡ്രൈവറും കൂടെ വേണമായിരുന്നു. പക്ഷെ അന്നേരം അതിന്റെ കുറച്ച് ചിലവ് ഞങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള 2 ഡ്രൈവർമാരെ ചേർന്നു. അത് ഇവിടുന്ന് മൈസൂരിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ. അതിന് സാലറി ഇല്ല, ഈ ഡ്രൈവർമാർക്കും പൈസ തന്നിട്ടില്ല. അതൊക്കെ കൊണ്ടാണ് ചിലവ് ഇത്രയും കുറഞ്ഞു വന്നത്. അതിലൊക്കെ ഒരു രസമുള്ള ഒരു കാര്യം എന്നാണെന്നറിയോ, ഇതിനകത്ത് വീഡിയോക്കകത്ത് പറയാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. മുമ്പേ അത് മറന്നുപോയി. ഇവനുണ്ടല്ലോ, ഇവൻ ഡ്രോൺ മാസ്റ്റർ ഇതായിരുന്നല്ലോ നമ്മുടെ. അപ്പം വണ്ടി ഓട്ടത്തിൽ സച്ചു ഡ്രോണും കൊണ്ട് വന്നപ്പോൾ ഞാൻ സച്ചുവിനോട് അന്ന് ചോദിച്ചു, സച്ചു ഇത് ഓടിച്ചോണ്ട് പറത്താൻ പറ്റുമോ? സച്ചു പറഞ്ഞ് നോക്കാം, നല്ല വഴിക്കൊക്കെ പറ്റുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഡ്രോൺ പറത്തി വിട്ടേച്ച് വണ്ടി ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. വണ്ടിയായിരുന്നു ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇതിനിടയ്ക്ക് സച്ചു എന്നോട് വിളിച്ച് ചോദിച്ചായിരുന്നു, എന്നാ ചേട്ടാ ഓട്ടത്തിൽ എടുത്ത് നോക്കിയോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ചേട്ടാ പേടിയൊന്നുമില്ല. ഞാൻ എനിക്കെന്നാ പേടി, അവനാ എടുക്കുന്നതെന്ന് പറഞ്ഞു. കാര്യം പറഞ്ഞാ സച്ചു ഇത് ഓട്ടത്തിൽ എടുക്കാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്നാ വെച്ചാൽ സച്ചു കാശ് കൊടുത്ത് മേടിച്ച സാധനം, സച്ചുവിന് അതിന്റെ വില അറിയാം. ഞാൻ പറഞ്ഞു ഒരു ടെൻഷനും ഇല്ല, ഇതാ അവൻ നല്ലോണം വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങള് ഡ്രോൺ മാസ്റ്റർ കൊള്ളായിരുന്നു. അപ്പോൾ എന്നിട്ട് ഗുജറാത്തിൽ വെച്ച് ഇങ്ങനെ ഞങ്ങൾ ആ വനത്തിൽ കൂടെ വന്നേ, അവിടെ ഒരിടത്ത് ഇങ്ങനെ ഡ്രോൺ പറത്തി വിട്ടു. കുറച്ച് നേരം കഴിയുമ്പോൾ ഈ സാധനം കാണുന്നില്ല. അല്ല ഞാനാ വണ്ടി ഓടിച്ചോണ്ടിരുന്നത്. ഞാൻ അന്നേരം എങ്ങനെ മിന്നായം പോലെ എന്താ പോകുന്ന കേട്ടോ. ഞാൻ അവിടുത്തെ പക്ഷിയായിരിക്കും പോയത്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞു അച്ഛാ പോയി ഡ്രോൺ താഴെ പോയി. അവിടെ ഒരു ലൈൻ ഉണ്ടായിരുന്നു, ഇലക്ട്രിക് ലൈൻ. അങ്ങ് അകലല്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അതിലേക്ക് ഇടിച്ചിട്ട് ഇത് നേരെ ഒരു നദിയാണ്, വലിയ നദിയാണ്, മൊത്തം പാറക്കൂട്ടമാണ്. അപ്പം എന്തോ ഇങ്ങനെ പോകുന്നത്. അപ്പം ഞാൻ വണ്ടിക്കകത്തിരുന്ന് വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ നോക്കിയപ്പം അവിടെ 2 പോത്ത് നിൽപ്പുണ്ട് ഈ നദിയുടെ കരയിൽ. ഇത് പേടിച്ച് ഇങ്ങനെ കണ്ണു മേടിച്ച് ഇങ്ങനെ നിൽപ്പുണ്ട് കാറിക്കൊണ്ട് പോത്ത്. അപ്പോൾ എനിക്ക് തോന്നി അവിടെ ആയിരിക്കും ഈ സാധനം വീണതെന്ന്. അപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി ഞാൻ പെട്ടെന്ന് ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ മൊത്തം പാറക്കൂട്ടാണ് റോഡിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പം ഞാൻ ഓർത്ത് തകർന്നു പോയി എന്ന് തന്നെ ഓർത്ത്, പൈസ പോയി എന്ന് ഓർത്ത് പതുക്കെ ഇറങ്ങിച്ചെന്നപ്പോൾ ഉണ്ടല്ലോ മൊത്തം പാറക്കല്ലാണേ. ഒരു ഇത്രയും റൗണ്ട് ഒരു ശകലം സ്ഥലം മണലുണ്ടായിരുന്നു. ഈ സാധനം അതേലാണ് വീണേ.
അതൊരു ശകലം അങ്ങോട്ട് മാറിയാൽ വെള്ളമാണ്, വെള്ളത്തിൽ പോയാലും പോയേനെ. അതാ ഇത്രയുടെ ഉള്ളൂ, ഒരു 1.5 അടി സ്ക്വയർ റൗണ്ടിൽ കുറച്ച് സ്ഥലത്ത് മണൽ കിടപ്പുണ്ടായിരുന്നു. ആ മണലിൻ്റെ മുകളിലാണ് ഇത് വന്നു വീണ്, ഒന്നും പറ്റിയില്ല. ഞാൻ ഓടിച്ചോണ്ട് ഇവനെ ഓടിച്ചോണ്ടാ നമ്മൾ കറക്റ്റ് അവിടെ കൊണ്ട് താഴെ കളഞ്ഞ. അയ്യോ, അതായിരുന്നു ഏറ്റവും രസമുള്ളൊരു കാര്യം. അത് കഴിഞ്ഞും പറത്തി കേട്ടോ, അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിരുന്ന് ഇങ്ങനെ തന്നെയൊക്കെ എടുത്തു. അതുകൊണ്ട് പിന്നെ ശ്രദ്ധയുണ്ടായിരുന്നു, പിന്നെ ലൈൻ ഉണ്ടോന്നൊക്കെ നോക്കിയിട്ടേ വറുത്തുള്ളായിരുന്നു. അതെ. അതുവരെ അത് നോക്കുന്നില്ല. അതുവരെ നോക്കുന്നില്ല, ശ്രദ്ധിച്ചില്ല. ലൈൻ ഉണ്ടായാലും ഇതിനകത്ത് കിട്ടും, അറിയാം. അത് എന്തോ ശ്രദ്ധിക്കാതെ വന്നിട്ട് അത് സ്പീഡ് കൂടിപ്പോയി. ഞാനത് കഴിഞ്ഞ് വണ്ടി ഇരുന്നൊന്ന് എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് അത്രയും അങ്ങോട്ട് ശരിയായില്ല. അതിന്റെ ഒരു കാര്യം എന്നാന്ന്, ഇതാ അതിനകത്ത് സച്ചു പറഞ്ഞ കാര്യമോ കറക്റ്റ്. അതിനെ സംബന്ധിച്ച് ടെൻഷൻ ഇല്ല, എങ്ങനെ വേണം എടുക്കാം, പോകുന്നിടത്തോട്ട് പൊക്കോട്ടെ. ഞാനും ഇടയ്ക്ക് വണ്ടി ഓടിച്ചോണ്ട് പുറകെ വരുന്നുണ്ടെന്ന് കണ്ടിട്ട് ഞാനും മനസ്സിൽ ഓർത്തു, ഇത് എവിടെയെങ്കിലും തട്ടോ, മരമൊക്കെ കാണാം, ഇതിന്റെ മുകളിൽ കൂടെ കാണാം, ഇതിലേ പോകുന്നതൊക്കെ ഞാനും ഇങ്ങനെ മനസ്സിൽ ഓർത്തു. പക്ഷേ ഡ്രോൺ എടുത്തല്ല നല്ല അടിപൊളി ക്ലിപ്പുകളായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലഡാക്ക് യാത്രയായിരുന്നു, പക്ഷേ സൂര്യയുടെയൊക്കെ ഫസ്റ്റ് ലഡാക്ക് യാത്രയായിരുന്നു. അതെ അതെ, ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു യാത്രയായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നമ്മൾ കാരവ മേടിച്ചപ്പോൾ തൊട്ട് ഓർക്കുന്ന എല്ലാവരും കൂടെ ഒരു യാത്ര പോകണമെന്നല്ലേ. അതെ അതെ. പക്ഷേ കുറച്ചുപേരെ ഇടയ്ക്ക് മിസ്സായി, കുറച്ചുപേരെ ഇടയ്ക്ക് ജോയിൻ ചെയ്തു. അച്ഛമ്മ മാത്രമേ ഉള്ളായിരുന്നു. വരാനും പറ്റിയില്ല. അപ്പോഴേ ഇനിയിപ്പം 66 കുറേ ദിവസമായിട്ട് അവിടെ വെറുതെ കിടക്കുക. അതെ 66 എടുത്തിട്ട് ഒരു ട്രിപ്പ് പോയിച്ചോ. 66 ഒരു ട്രിപ്പ് പോയേക്കാം. 66 ഒരു ലോങ് ട്രിപ്പ് പോകുന്ന. അതെ. അപ്പോൾ ഇനി നമ്മുടെ 66 പുതിയ യാത്രയുടെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.